അച്ചുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ അതിപ്പോ സ്കൂളിലെ ഫംഗ്ഷൻ കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ. അതെ അതെ. നമുക്ക് അവനൊന്നും പോയി അച്ചു എത്തിയല്ലോ. നോക്കാം. അപ്പൊ 11 മണിക്ക് പേപ്പർ ഇട്ടിച്ച് നിന്ന് കിണിക്കണ കണ്ടില്ലേ? പത്രക്കെട്ട് വരാൻ താമസം. ഇന്നലെ രാത്രിയിലും കേബിൾ കട്ടായിരുന്നു. ഇതിപ്പോ സ്ഥിരം പതിവായിരിക്കേ. എന്താണെന്ന് അറിയില്ല ഏട്ടാ. ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. അതാ മൈക്കിളിനെ കിട്ടാഞ്ഞിട്ടാ ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്ക്. ആ ശരി ഏട്ടാ. ചേച്ചി ഒരു ചായ എടുക്കട്ടെടാ. വേണ്ട ചേച്ചി. പിന്നെ അച്ചുവിന്റെ ഫോട്ടോയും വാർത്തയും വന്നിട്ടുണ്ട്. ആണോ? എവിടെ നോക്കട്ടെ. 2ാം പേജിലാ. നോക്കട്ടാ. അതേ നമ്മുടെ അച്ചുമോള്. ചേട്ടൻ നോക്കിയേ. ആഹാ നേരാണല്ലോ. അക്ഷരമാലയിൽ അമ്മ എന്ന ആർച്ചയുടെ കവിത മലയാള ഭാഷയ്ക്ക് കിട്ടിയ സമ്മാനം. ബാക്കിയോടെ വായിക്കേട്ടാ. ചെറുകുന്ന് എന്ന ഗ്രാമത്തിനും സ്കൂളിനും അഭിമാനമായ ആർച്ച എന്ന കൊച്ചുമിടുക്കിയുടെ കവിത ലോക മലയാളികൾക്ക് എന്നും അഭിമാനമാണ്. അത് കസറിയ നമ്മുടെ അച്ചുമോൾ ഈ ഗ്രാമത്തിന്റെ വിളക്കാ. നീ നോക്കിക്കോടി, അവളെ ലോകം അറിയാൻ പോവുക. എല്ലാം ഈശ്വര അനുഗ്രഹ. എന്റെ കുട്ടിക്ക് കണ്ണ് കിട്ടാതിരുന്നാ മതിയായിരുന്നു. എന്നാ പിന്നെ അറിയപ്പെടുന്ന എല്ലാവർക്കും കണ്ണ് കിട്ടണ്ടേ? അങ്ങനെ പറവോ ചൂട്ട. 1ാം സ്റ്റാൻഡേർഡിലെ മലയാള പാഠപുസ്തകത്തിൽ ഈ കവിത ഉൾപ്പെടുത്തണമെന്നാണ് ആർച്ച എന്ന അച്ചുവിന്റെ ആഗ്രഹം. ഇക്കാര്യത്തിൽ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഗൗരവമായ ചർച്ചയിലാണ്. സംഗതി കലക്കിട്ടോ. നിന്റെ അച്ചു മിടിക്കുക. എവിടേക്കും അയച്ച ബാഗൊക്കെ ആയിട്ട്? വസുമതി ടീച്ചറിന്റെ മോള് പ്രസവിച്ചു. ആര്? പ്രിയച്ചോ? മോനോ മോളോ? മോളാ. പ്രിയയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണോന്ന് പറഞ്ഞു. തൽക്കാലം ഒരു ജോലി ആവുമല്ലോ. അവിടെയാകുമ്പോ പേടിക്കാനോ ഒന്നുമില്ല. അത് നന്നായി ചേച്ചി. അപ്പോഴേക്കും എല്ലാം ശരിയാവും. ശരിയായാ മതിയായിരുന്നു. ശരിയാവും ചേച്ചി. ശിവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചതിച്ചതല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിലല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നാട് ഏതായാലും എന്താ, ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ. മായച്ചു നോക്കിക്കോ. പാറൂട്ടിയുടെ അച്ഛൻ ഒരു കുഴപ്പമില്ല തിരിച്ചു വരും. ദേ അടുത്ത വർഷം ആവുമ്പോഴേക്ക് സ്കൂളിൽ പോണോട്ടോ. ശരണാലയത്തിലേക്കാ? ആ അതെ ചേച്ചി. കുഞ്ഞുണ്ണി അങ്കിളിനെ ഇന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഈ കൊടി എനിക്ക് തരുവോ? പിന്നെന്താ. ഇതെന്താന്നറിയോ? ദേശീയ പതാക. മിടുക്കി പാറു. വരട്ടെ ചേച്ചി. എന്താ പരദൂഷണ കമ്മിറ്റിയാണോ? നിന്റെ ന്യൂസ് വായിക്കായിരുന്നടി. ഈ പറഞ്ഞതെല്ലാം നടക്കൂടി. ആ ഇങ്ങനെയൊക്കെ വന്നത് തന്നെ എന്റെ ഭാഗ്യം. നീ നോക്കൂ, ഇത് നടക്കും. ചെലവുണ്ടേ. അതിനെന്താ. വരട്ടെ. ഇതാടാ നിന്റെ പേപ്പർ. നിന്റെ മനസ്സിലിരിപ്പ് അവൾ അറിയണ്ട കേട്ടാ. വാ വാ കേറ്. ഇന്ന് ഹെൽമെറ്റ് എടുത്തില്ലല്ലേ? പെറ്റി കൊടുക്കും പറഞ്ഞോളും. ശരിടാ. ഇപ്പൊ വരാവേ. അച്ചുവിൻ്റെ ഐഡിയ നല്ലതായതുകൊണ്ടാണ് ഞങ്ങളിതിനെ പ്രൊമോട്ട് ചെയ്തത്. എല്ലാ കുടുംബങ്ങളിലും ഇന്ന് പ്രശ്നമാണ്. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും പലയിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാത്തിനും കാരണം ഒരു പരിധിവരെ മൊബൈൽ ഫോൺ ആണല്ലോ. അതെ. കുട്ടികൾക്ക് മനസ്സ് തുറക്കാൻ ഈ ഡയറി ഉപകരിക്കുമെങ്കിൽ അത് നല്ലതല്ലേ?
കൊള്ളാം. ലീഡർ തന്നെ ഇങ്ങനെ വൈകിയാൽ എന്ത് ചെയ്യും? ബസ് ലേറ്റ് ആയതുകൊണ്ട് അങ്കിൾ. ആ മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ കവിതയാ? അതൊക്കെ ഉണ്ട്. നേരെ ഓഫീസിലോട്ട് ചെന്നു. എല്ലാവരും അവിടെയുണ്ട്. ഞാൻ ഈ ഫയലൊന്നും എടുത്തിട്ട് ഇപ്പൊ അങ്ങോട്ട് വരാം. കുഞ്ഞിനെ ഞങ്ങൾ കാര്യം പറ. അത് സസ്പെൻസാ. അല്ലെങ്കിൽ ഈ കുഞ്ഞിനെങ്കിലും എല്ലാം സസ്പെൻസാ. സംഗതി സക്സസ് ആയാൽ മറ്റ് സ്കൂളുകൾക്കും അതൊരു മാതൃകയായിരിക്കും സാർ. അങ്ങനെ ആവണമല്ലോ. അതിന് നിങ്ങളുടെ സഹായം ഇവർക്കുണ്ടാകണം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അച്ചുവിന്റെ സ്കൂൾ ഡയറി എന്ന ആശയത്തിന് ഗ്രീൻ സിഗ്നൽ കിട്ടി. താങ്ക് യു സർ. കവിത പോലെ ഇതും ഒരു ചർച്ചയാവണം കേട്ടോ. ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവും. താങ്ക്സ് സർ. ഡയറി എവിടെ സൂക്ഷിക്കാനാ നിങ്ങളുടെ തീരുമാനം? കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി സർ. അങ്കിളാകുമ്പോൾ ലീവ് പോലും എടുക്കില്ലല്ലോ. അത് മതി സാർ. ആ, ഇനിയാണ് ഇതിനു വേണ്ട പ്രൊമോഷൻ കൊടുക്കേണ്ടത്. അത് ഞങ്ങൾ ഏറ്റു സാർ. സ്കൂൾ ഡയറി എന്ന ഈ ആശയം എന്തുകൊണ്ട് നല്ലതാണ്. നിങ്ങൾക്ക് ആർക്കൊരാവശ്യം വന്നാലും ഈ ഡയറിയിൽ എഴുതാം. ബുദ്ധിമുട്ടുകൾ ആർക്കും വരാം, പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ പഠനത്തെ ബാധിക്കരുത്. കാരണം സ്കൂൾ ജീവിതം അത് ഒരിക്കലേ കിട്ടൂ. ഇങ്ങനെ ഒരു ആശയം എന്തുകൊണ്ടാണ് അച്ചുവിന് തോന്നിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി ഒരാൾക്കും അങ്ങനെയൊന്നും സംഭവിക്കരുത്. നല്ല നല്ല നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഈ ഡയറിയിൽ എഴുതാം. സ്കൂളിലെ വിഷയമായാലും വീട്ടിലെ കാര്യമായാലും പഠനത്തിലെ ബുദ്ധിമുട്ടായാലും നിങ്ങൾക്കിതിൽ എഴുതാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുഞ്ഞുണ്ണി ഞങ്ങളുടെ കണ്ടാൽ മതി. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുമെന്നോ അറിയുമെന്നോ ഉള്ള പേടി വേണ്ട. സഹജീവികളോട് കരുണയും സ്നേഹവും ഉണ്ടാവണം. പ്രശ്നങ്ങളില്ലാത്തവരായി ആരും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുകയും കഴിയുമെങ്കിൽ സഹായിക്കുകയും വേണം. അതാണ് നമ്മുടെ ഈ ഡയറി കൊണ്ടുള്ള ഉദ്ദേശം. ഞാനിവിടെ ആദ്യ. ഗുഡ് മോർണിംഗ് സർ. എങ്ങനെയുണ്ട് സാർ പുതിയ സ്കൂളും കുട്ടികളും ഒക്കെ? ഞാൻ ജോലി ചെയ്യുന്ന 4ാമത്തെ സ്കൂളാണിത്. എന്താണെന്നറിയില്ല, എനിക്കിവിടം ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രധാനമായും കുട്ടികളുടെ ആ പച്ചക്കറിത്തോട്ടം. അത് വിൽപ്പനക്കല്ല സർ, അടുത്തൊരു ശരണാലയം ഉണ്ട്, അവിടത്തേക്കാ. അതും കുട്ടികളുടെ ഐഡിയ. നന്നായി. ഇത്രയൊക്കെ ചെയ്യാൻ അവർക്കായില്ലേ? പക്ഷേ ഈ സ്കൂൾ ഡയറി എന്ന ആശയം പ്രാക്ടിക്കലാവൂ? നമുക്ക് നോക്കാം സർ. അച്ഛൻ ഇടിക്കുക. അക്ഷരമാലയിലെ കവിത തന്നെ അതിനൊരു തെളിവല്ലേ? ചിന്നുവിന്റെ മരണമാ അച്ഛനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്. അല്ല, ആ കുട്ടിക്ക് എന്താ പറ്റിയേ? ബോൺ ക്യാൻസർ ആയിരുന്നു. തുടക്കത്തിലെ വേണ്ട ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നു. തീരെ സാധുക്കളായിരുന്നു. ബുദ്ധിമുട്ടുകളും രോഗത്തിന്റെ തീവ്രതയൊന്നും ആരെയും അറിയിച്ചിരുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ചിന്നുവിന്റെ വേർപാട് കുട്ടികളെല്ലാം മാനസികമായി തകർത്തു. അത്രയ്ക്ക് മിടുക്കിയായിരുന്നു അവള്. ഈ ഡയറിയിലൂടെ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? ഉറപ്പായും. കുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ അവർക്ക് തോന്നിയില്ലേ? അച്ചു, നിനക്ക് വേറെ പണിയില്ലേ? എന്തുപറ്റി? പച്ചക്കറി കൃഷി വേണ്ടേ? അതല്ല, ഡയറിയുടെ കാര്യ. ഓ, അതാണോ? അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് എഴുതാലോ. എന്ത് എഴുതിയാലും പരിഹാരം കാണൂ. അല്ല, ചേട്ടനിപ്പോ എന്തിന്റെ പരിഹാരം കാണണ്ടേ? ചേട്ടനോ? ദേടാ ചേട്ടാന്ന്. എന്നു മുതൽ ഞാൻ ചേട്ടനായത്? പേര് വിളിച്ചാൽ മതി. പ്രായത്തിന് മൂത്തവരെ ചേട്ടാന്ന് വിളിക്കാനാ ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. 8ലും 9ലും ഒക്കെ 2 കൊല്ലം വീതം പഠിച്ചിട്ടാ ചേട്ടൻ ഈ സ്കൂളിൽ എത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഡി, നമ്മള് പോവാ കേട്ടോ. ആ, ഞങ്ങളും വരുന്നുണ്ട്. എന്തു പറ്റി? അവളുമാര് ചേട്ടാന്ന് വിളിച്ച് നിന്നെ പൊരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീയാണല്ലേ എന്റെ ബയോഡാറ്റ അവളുമാർക്ക് കൊടുത്തത്? അതെ, അതിനെന്താ തെറ്റ്? ഇതുവരെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് നീ കാരണം എനിക്കത് പറയേണ്ടി വന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇവ മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് നീ പ്രിൻസിപ്പളിനോട് പറഞ്ഞില്ലേ? അതെന്റെ ടാബ് പിടിച്ചിട്ടല്ലേ? അന്ന് നീ എന്നെ ഒറ്റയില്ലേ? ഇത് അതിനുള്ള റിവഞ്ച് ആയിട്ട് കൂട്ടിയാ മതി. മാറടാ. മൂപ്പാന്നാ? നിന്നെ എന്തിനാടാ മൂപ്പാന്ന് വിളിക്കണേ? തോറ്റു കിടന്നിട്ടാ? അപ്പൊ ഈ കിങ്ങിണിയോ? അതെന്റെ അച്ഛന്റെ വട്ടപ്പേരാടാ. അച്ചു ചേച്ചി, എനിക്ക് വണ്ടർലായിൽ പോകാൻ കൊതിയാ. ഒന്ന് വീട്ടിൽ പറയൂ പ്ലീസ്.
ലക്ഷ്മിയും സച്ചും ഒക്കെ ഈ വെക്കേഷനും പോവും എന്ന് ശ്രീകുട്ടി. അപ്പുറത്തെ കിച്ചുവിന്റെ കൂടെ കളിക്കാൻ 2 അനിയത്തിമാരുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരനിയനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാറ? അവളോ? കണക്ക് സാറിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ എന്തേലും ചെയ്യാൻ പറ്റുമോ? കുഞ്ഞുണ്ണി അങ്കിൾ പാവാ, ഞങ്ങളെ കുഞ്ഞുണ്ണി അങ്കിൾ കണക്ക് പഠിപ്പിച്ചാ മതി. കുഞ്ഞുണ്ണി അങ്കിളിന് പ്രൊമോഷന് ചാൻസ് ഉണ്ട്, റെക്കമെൻഡേഷൻ ലെറ്ററും ഉണ്ട്. ശരി ശരി, തീർന്നിട്ടില്ല, അടുത്തോടെ വായിക്ക്. അച്ചു, ക്ലാസ്സിലിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബോറാ. ബോറടി മാറ്റാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്താൻ പറ്റുമോ? എങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പഠിക്കാനുള്ള മോഹം കൊണ്ടാ. സ്കൂള് വിടട്ടെ, നമുക്കാദ്യം ആ കൊച്ചു കാന്താരിയെ പോയി കാണാം. ഇത് പണിയാവും. ധന്യ ഇപ്പൊ ഏത് കോളേജിലാ ടീച്ചറെ? വിമൻസിലാ. ഓ, നിങ്ങളെ ചോദിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. ശരത് സാറിനെ ഒന്ന് കാണണം, അതാ വന്നത്. വരട്ടെ, പോവാ. ധന്യയുടെ ചേച്ചിയെ പോലെ ഉണ്ടല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞില്ലേ. ആ നിക്ക് 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 നിക്ക്, സാറേ അമ്മൊക്കെ എവിടെ? ദേ അവിടെ ഉണ്ട്. എന്തൊക്കെയാ നിങ്ങളെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്? ടീച്ചർ പറഞ്ഞല്ലോ എന്ത് വിഷമം ഉണ്ടല്ലോ എഴുതണോന്ന്. അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയത്. ദേ നോക്ക്, ചിന്നുവച്ചിയുടെ കാര്യം അറിയാലോ, അതാ ഇങ്ങനൊരു ഡയറി കൊണ്ടുവരാൻ തന്നെ കാരണം. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും പഠിക്കാൻ പറ്റാത്ത കാരണങ്ങളും ഒക്കെ എഴുതാലോ. എന്നാ പിന്നെ എന്റെ അച്ഛന്റെ കുടി കൂടി ഒന്ന് മാറ്റി തരാമോ? എന്നും കുടിച്ചിട്ട് വന്നിട്ട് എന്നെ അമ്മയും തല്ലും. എന്റെ പപ്പയും കുടിക്കും. നിങ്ങൾ ചെല്ല, നമുക്ക് നോക്കാം. ഇത് വേണ്ടിയിരുന്നില്ലെന്നാ ഇപ്പൊ തോന്നണേ. അറിവില്ലായ്മ കൊണ്ടല്ലേ, ഒക്കെ ശരിയാവും, നോക്കാലോ. അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, നടക്കോ? നടക്കണം. വാടാ. ശരിക്കും സ്കൂൾ ഡയറി പണിയായല്ലേ ചേച്ചി? എന്ത് പണി? അല്ല, പിള്ളേരൊക്കെ ഏതാണ്ട് എഴുതിന്ന് കേട്ടു, അതാ ചോദിച്ചേ. എഴുതാനാണല്ലോ ഡയറി. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞതാ. നിനക്കവിടെ CID പണിയാണോ? ഒന്ന് പോയി ചേച്ചി, കഴിഞ്ഞില്ലേ മക്കളെ? വേണ്ട, ഞാൻ കൊണ്ടുവരാം. അമ്മ ചെല്ല്. അകത്തൊരു തുള്ളി വെള്ളമില്ല. അതിന് ഞങ്ങളില്ലേ ഇവിടെ. വെയിറ്റ് എടുക്കരുതെന്ന് ഡോക്ടറല്ലേ അമ്മയോട് പറഞ്ഞേ? 3 മാസം കഴിഞ്ഞില്ലേ മക്കളെ, ഇനിയിപ്പൊ സാരമില്ല. 3 മാസം കഴിഞ്ഞ് വെയിറ്റ് എടുക്കാൻ ഡോക്ടർ അമ്മയോട് പറഞ്ഞോ? എന്താ അമ്മേ, ഇത് നിസ്സാര സർജറി ആണോ? ചിരിക്കല്ലേ. ദേ, ഞങ്ങൾ 2 പെൺകുട്ടികളാ. പറക്കമുറ്റും വരെ അമ്മയുടെ ചിറക് തന്നെ വേണം. അപ്പോ അത് കഴിഞ്ഞാ വേണ്ടേ? നല്ല തമാശ. എന്റെ അമ്മയെ പറയുന്നൊന്ന് കേക്ക്. ശരി, എടുക്കുന്നില്ല, പോരെ. അമ്മ ഇപ്പൊ കടയിലോട്ട് ചെല്ല്. കൊച്ചൂട്ട മാത്രല്ലേ ഉള്ളൂ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി നീ പോയിരുന്നു പഠിക്ക്. നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളതല്ലേ? ഞാൻ പഠിച്ചു ചേച്ചി. ഞാൻ കണ്ടു, അതുകൊണ്ടാ പറഞ്ഞേ, പോയിരുന്നു പഠിക്ക്. കുറുമ്പി. ഇനിയുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഓരോ ക്ലാസ്സും ശ്രദ്ധയോടെ പഠിച്ചാലേ +2 എന്ന ഈ കടമ്പ നിങ്ങൾ കടക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന ചിന്ത ആർക്കും ഉണ്ടാകാൻ പാടില്ല. നന്നായി പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സ്വയം തീരുമാനിച്ചാൽ മതി. എന്ത് വിട്ടുവീഴ്ചയ്ക്കും ടീച്ചേഴ്സ് തയ്യാറാണ്. നിമിഷയും നയനയും ഇവിടെ വരൂ. ആ ബുക്ക് കൂടി എടുത്തോളൂ. ഇങ്ങോട്ട് നിൽക്കൂ. സുരേഷും പൈസയും ആ ബുക്ക് എടുത്തു വാ. ഇവിടെ വന്ന് നിൽക്ക്. നിങ്ങൾ 2 പേരും അവിടെ പോയിരുന്നു. ഇതാ അവിടെ ഒരാളും അവിടെ ഒരാളും പോയിരുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലേ
ചെന്നിരിക്കേ. ഇത് ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും. ചെല്ലേ. പോയിരുന്നു. ചെല്ലേ. നോക്കിയാ കണ്ണൂത്തി പിടിക്കും. നേരെ ഇരുന്നോ. ഒരുമിച്ചിരുന്നാലേ പഠിക്കാൻ പറ്റുമല്ലേ. ഈശ്വര കൺട്രോൾ പോകല്ലേ. ശരിയാക്കി തരാം. പണി കിട്ടിയല്ലേ. നിങ്ങൾ അവിടെ പോയിരുന്നു. വിനോദേ അല്പം മാറിയിരിക്കെ. ശ്യാം ഒന്ന് നീങ്ങിയിരിക്കെ. ഈ കുട്ടി അവിടെ ഇരിക്കട്ടെ. ഇനി ഇതേപോലെ ആർക്കെങ്കിലും പഠിക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ പറയണം. കേട്ടല്ലോ.